നമസ്കാരം മച്ചാന്മാരെ. നമ്മുടെ രൂപമൊന്ന് മാറ്റിയെടുക്കാൻ ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? ഹെയർ സ്റ്റൈൽ അല്ലേ? കാരണം ഒരു ചെറിയ ഹെയർ സ്റ്റൈൽ മാറ്റം മതി നമ്മുടെ ലുക്ക് മൊത്തത്തിൽ അടിപൊളിയാക്കാൻ. 2025-ൽ നിങ്ങളുടെ ലുക്കൊന്ന് അടിപൊളിയാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഹെയർ സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തണം. അതിനുവേണ്ടി ഈ വർഷം ട്രെൻഡിംഗ് ആയ 5 ബെസ്റ്റ് ഹെയർ സ്റ്റൈലുകളും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ ഹെയർ പ്രോഡക്ട്സും ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നു. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഈ ഹെയർ സ്റ്റൈലുകളിലൂടെ മാറ്റിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. അപ്പോൾ ആ 5 ഹെയർ സ്റ്റൈലുകളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന ടിപ്സ് നോക്കാം. 1. നിങ്ങളുടെ ഫേസ് ഷേപ്പും ഫീച്ചേഴ്സും മനസ്സിലാക്കുക. ഒരു പെർഫെക്റ്റ് ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മുഖത്തിന്റെ ഘടനയും ഫീച്ചേഴ്സും എന്താണെന്ന് തിരിച്ചറിയുക എന്നതാണ്. എല്ലാവരുടെയും മുഖം ഒരുപോലെയല്ലല്ലോ. ചിലരുടെ നെറ്റി വലുതായിരിക്കും, ചിലരുടേത് ചെറുതായിരിക്കും, ചിലപ്പോൾ ചെവിയുടെ ഷേപ്പിലും വ്യത്യാസമുണ്ടാകാം. ഈ ഫീച്ചറുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം കൂടുതൽ ആകർഷകമായി തോന്നും. നിങ്ങളുടെ ഫീച്ചറുകൾക്കനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഇതുകൂടാതെ നിങ്ങളുടെ മുഖത്തിന്റെ ഷേപ്പ് ഏതാണെന്ന് മനസ്സിലാക്കേണ്ടതും വളരെ പ്രധാനമാണ്. ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ചേരുന്ന ഹെയർ സ്റ്റൈൽ വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. അതുവഴി നിങ്ങളുടെ ലുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും പറ്റും. നിങ്ങളുടെ ഫേസ് ഷേപ്പ് ഏതാണെന്നറിയില്ലെങ്കിൽ അത് ആദ്യം കണ്ടെത്തണം. 2. ബാർബറുമായി ശരിയായി സംസാരിക്കുക. നിങ്ങൾക്ക് ഏത് ഹെയർ സ്റ്റൈലാണ് വേണ്ടതെന്ന് ബാർബറുമായി വ്യക്തമായി സംസാരിക്കുക. ചില ആളുകൾക്ക് ഇൻട്രോവേർട്ടായ സ്വഭാവമുള്ളതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ബാർബർ സ്വന്തം ഇഷ്ടത്തിന് മുടിവെട്ടും. വീട്ടിലെത്തുമ്പോൾ ഇതെന്തൊരു വെട്ടാണെന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ടി വരും. ചിലരാകട്ടെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അതുപോലെ വെട്ടാൻ ആവശ്യപ്പെടും. നിങ്ങളൊരു നല്ല സലൂണിലാണ് പോകുന്നതെങ്കിൽ ഫോട്ടോ കാണിച്ചാൽ അവർ ഏകദേശം അതുപോലെ വെട്ടിത്തരും. പക്ഷെ നമ്മുടെ നാട്ടിലെ സാധാരണ ബാർബർ ഷോപ്പുകളിൽ പോയാൽ ഫോട്ടോ കാണിച്ചിട്ട് പോലും ചിലപ്പോൾ ഒരു മാറ്റവുമില്ലാതെയാണ് മുടിവെട്ടുക. അതുകൊണ്ടൊരു നല്ല ഹെയർ കട്ട് കിട്ടാൻ നിങ്ങൾ അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകണം. 3. മുടി വെട്ടുന്നതിന് മുൻപ് ഷാംപൂ ഉപയോഗിച്ച് കഴുകുക. ഈ ടിപ്പ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. നമ്മൾ മുടിയിൽ എണ്ണയും മറ്റു പ്രൊഡക്ട്സും ഉപയോഗിക്കുമ്പോൾ മുടി ഹാർഡും വഴുവഴുപ്പുള്ളതുമാകും. ഇത് ബാർബറിന് മുടി ശരിയായ രീതിയിൽ മുറിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഒരു നല്ല ഹെയർ കട്ട് വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ മുടി വെട്ടുന്നതിന് മുൻപ് ഷാംപൂ ഉപയോഗിച്ച് മുടി വൃത്തിയാക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ മുടി സ്റ്റൈൽ ചെയ്യുന്നതിനും നിങ്ങളുടെ ലുക്ക് മാറ്റിയെടുക്കാനും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായ പോൺ മാസ്റ്റർബേഷൻ അഡിക്ഷനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട സമയവും എനർജിയും അതുപോലെ തന്നെ നിങ്ങളുടെ സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന ഈ അവസ്ഥയിൽ നിന്നും പുറത്തുവരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കായി ഞങ്ങളുടെ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. 6 വർഷത്തിലേറെയുള്ള ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും 3000-ലധികം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച് ഈ പ്രോഗ്രാമിൽ ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമന്റിലും നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പ്രോഗ്രാമിന്റെ ഭാഗമാവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. അങ്ങനെ നമ്മൾ ആ 5 ഹെയർ സ്റ്റൈലുകളെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. ഈ വർഷം ട്രെൻഡിംഗ് ആയ ഹെയർ സ്റ്റൈലുകൾ ഇവയാണ്. മോഡേൺ മുള്ളറ്റ്. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തവും കൂളുമായ ഒരു ലുക്ക് വേണമെങ്കിൽ മോഡേൺ മുള്ളറ്റ് ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കാം. 70കളിലും 80കളിലും വളരെ പോപ്പുലർ ആയിരുന്ന ഈ ഹെയർ സ്റ്റൈൽ ഇപ്പോൾ പുതിയ ട്രെൻഡുകളോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. വേവിയോ സ്ട്രെയിറ്റോ ആയ മുടിയുള്ളവർക്കാണ് ഈ ഹെയർ സ്റ്റൈൽ കൂടുതൽ ചേരുന്നത്. ഈ ഹെയർ സ്റ്റൈലിൽ ചെവിയുടെ അടുത്തുള്ള മുടി ലോ ഫേഡോ അല്ലെങ്കിൽ ബസ്റ്റ് ഫേഡോ ആയിരിക്കും. പിന്നിലെ മുടിക്ക് നീളമുണ്ടാവും, എന്നാൽ മുകളിലുള്ള മുടി അതിനേക്കാൾ ചെറുതായിരിക്കും. ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഒരു സീ സോൾട്ട് സ്പ്രേ ഉപയോഗിക്കുന്നത് നല്ല ടെക്സ്ചറും ഷൈനും നൽകും. 2. മെസ്സി ഫ്രിഞ്ച്. കഴിഞ്ഞ 2-3 വർഷമായി ട്രെൻഡിൽ നിൽക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് മെസ്സി ഫ്രിഞ്ച്. 14 മുതൽ 25 വയസ്സുവരെയുള്ള ചെറുപ്പക്കാർക്ക് ഇത് നല്ലൊരു അസ്തറ്റിക് കൂൾ വൈബ് നൽകും. സ്ട്രെയിറ്റ്, വേവി അല്ലെങ്കിൽ കേളിയായ ഏതു തരം മുടിയുള്ളവർക്കും ഇത് നന്നായി ചേരും. വലിയ നെറ്റിയുള്ളവർക്ക് ഇത് നെറ്റി മറയ്ക്കാൻ സഹായിക്കും. മുടി തീരെ കട്ടിയുള്ളതല്ലാത്തവർക്കും അല്ലെങ്കിൽ മുടി കൊഴിയുന്ന പ്രശ്നമുള്ളവർക്കും ഈ ഹെയർ സ്റ്റൈൽ നല്ലതാണ്. ഈ സ്റ്റൈലിനായി സൈഡിലുള്ള മുടി ഫെയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രിമ്മർ ഉപയോഗിച്ച് വെട്ടുകയോ ചെയ്യാം. മുകളിലുള്ള മുടി മീഡിയം ലെങ്തിൽ വെച്ച് അത് മെസ്സിയായി നെറ്റിയിലേക്ക് വീഴുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. 3. ബസ് കട്ട്. വേനൽക്കാലത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ മറ്റൊരു ട്രെൻഡി ഹെയർ സ്റ്റൈലാണ് ബസ് കട്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇന്റർനെറ്റിൽ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാ ഫേസ് ഷേപ്പുകൾക്കും ചേരും. കൂടാതെ ഇതിന് മെയിൻ്റനൻസ് വളരെ കുറവാണ്. സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ എവിടെയും നിങ്ങൾക്കിത് ധൈര്യമായി ഉപയോഗിക്കാം. നല്ലൊരു മസ്കുലിൻ ലുക്ക് നൽകാൻ ഇത് സഹായിക്കും. ഈ ഹെയർ സ്റ്റൈലിൽ സൈഡ് ഫേഡ് ചെയ്യുകയും മുകളിലുള്ള മുടി തീരെ ചെറുതായി വെട്ടുകയും ചെയ്യും. ഇതിന് ഒരു ഹെയർ പ്രോഡക്റ്റും ആവശ്യമില്ല. 4. ടെക്സ്റ്റഡ് ഗിഫ്. 2025-ൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഹെയർ സ്റ്റൈലാണ് ടെക്സ്റ്റഡ് ഗിഫ്. സൈൻ മാലിക് എന്ന സെലിബ്രിറ്റിയാണ് ഈ ഹെയർ സ്റ്റൈലിനെ പോപ്പുലറാക്കിയത്. ഈ സ്റ്റൈൽ ലഭിക്കാൻ സൈഡുകൾ ഫേഡ് ചെയ്യുകയോ ടേപ്പർ ചെയ്യുകയോ ചെയ്യുക. മുകളിലുള്ള മുടിക്ക് മീഡിയം ലെങ്ത് നൽകണം. അത് സെറ്റ് ചെയ്യാൻ ഹെയർ വാക്സ് ഉപയോഗിക്കാം. ഇത് മുടിക്ക് നല്ല ടെക്സ്ചറും വോളിയവും നൽകും. 5. ക്ലാസിക് സൈഡ് പാർട്ട്.
ഇന്ന് ഒരുപാട് ഹെയർ സ്റ്റൈലുകൾ ലഭ്യമാണെങ്കിലും എപ്പോഴും ഒരു സേഫ് ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെങ്കിൽ ക്ലാസിക് സൈഡ് പാർട്ട് ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കാം. ഇത് ഫോർമലായിട്ടുള്ള സ്കൂൾ ഓഫീസ് പരിപാടികൾക്കും ട്രഡീഷണൽ ആയിട്ടുള്ള കല്യാണങ്ങൾക്കും മറ്റും വളരെ അനുയോജ്യമാണ്. ഈ ഹെയർ സ്റ്റൈലിൽ ഒരു സൈഡ് ലോ ഫേഡായി അല്ലെങ്കിൽ ടേപ്പേഡ് ആയിരിക്കും, മുകളിലെ മുടിക്ക് മീഡിയം ലെങ്ത് ഉണ്ടായിരിക്കും. ഇത് സെറ്റ് ചെയ്യാൻ ഒരു ഹെയർ പൊമേഡ് ഉപയോഗിക്കാം. ഇത് നല്ല ഷൈനും ഹോൾഡും നൽകും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. അതുവരെ ബൈ.